Hi guys. Okay. Hello guys, welcome back to my YouTube channel. ഇന്ന് നമ്മള് ഇന്നലെ വാങ്ങിച്ച കുറച്ച് സാധനങ്ങൾ അൺബോക്സ് ചെയ്യാനാണ് പോണത്. അപ്പോൾ ആദ്യം നമുക്ക് ലഞ്ച് ബോക്സിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നല്ലൊരു ബ്ലൂ കളറിൽ ഡൈനോ തീം വരുന്ന ഒരു ലഞ്ച് ബോക്സാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്തായിട്ട് ഒരു കറി ബോക്സും വരുന്നുണ്ട്, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയാണ്. അതോടൊപ്പം തന്നെ ഒരു സ്പൂണും വരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ഒരു ലഞ്ച് ബോക്സാണ്. നമുക്ക് അടുത്ത ലഞ്ച് ബോക്സ് നോക്കാം. ഇതൊരു പീച്ച് കളറിൽ ടെഡി ബിയറിൻ്റെ പ്രിൻ്റൊക്കെ വരുന്ന ഒരു ലഞ്ച് ബോക്സാണ്. 4 സൈഡും ഇതുപോലെ ക്ലിപ്പ് വരുന്നതാണ്. ഇത് മറ്റേ ലഞ്ച് ബോക്സിൻ്റെ പോലെയല്ല, ഇത് 3 പാർട്ടീഷൻ വരുന്നുണ്ട്. അതിലൊരു പാർട്ടീഷനിൽ ഒരു കറി ബോക്സും വരുന്നുണ്ട്. ഇതും സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയാണ്. ഇതോടൊപ്പം ഒരു സ്പൂണും ഒരു ചോപ്പ് സ്റ്റിക്കും കൂടി അവൈലബിൾ ആണ്. ഇനി അടുത്ത ലഞ്ച് ബോക്സ് നോക്കാം. ഇത് മറ്റേതിനെ പോലെ സെയിം തന്നെയാണ്, കളർ മാത്രമേ ഡിഫറൻസ് ആയിട്ട് വരുന്നുള്ളൂ. ഇത് ഹൃദയയുടെ തന്നെ ലഞ്ച് ബോക്സ് ആണ്. പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ ഇതിൽ വരുന്നത്. മറ്റേതിന് പോലെ സെയിം തന്നെയാണ്. 3 പാർട്ടീഷനും ഒരു കറി ബോക്സും ഒരു സ്പൂണും ഒക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് 4ാമത്തെ ലഞ്ച് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. അത് സെയിം കളറാണ് കേട്ടോ, നേരത്തെ കണ്ട അതേ പീച്ച് കളറാണ്. 2 പേർക്കും ആ സെയിം കളറാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതങ്ങ് സെലക്ട് ചെയ്തു. ഇനി നമുക്ക് വാട്ടർ ബോട്ടിൽസൊക്കെ നോക്കാം. എന്ന് പറയുന്നത് ഡാർക്ക് പിങ്കും ലൈറ്റ് പിങ്കും കോമ്പിനേഷനിൽ ബാർബി തീമിൽ വരുന്ന ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലായിട്ടുള്ളൊരു വാട്ടർ ബോട്ടിലാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് വാട്ടർ ബോട്ടിൽ നോക്കാം. ഒരു യൂണിക്കോൺ പ്രിൻ്റ് വരുന്ന ക്യാൻ ഷേപ്പിലെ സിപ്പർ ബോട്ടിലാണ്. അകത്ത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിലാണ്. അടുത്ത ബോട്ടിലും ഇതേ സെയിം കളറും സെയിം മോഡലുമാണ്. അതിലെ പാറ്റേണിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഇതൊരു എൽസ തീമാണ്. നമുക്ക് എന്റെ ബോട്ടിൽ എടുക്കാം. ഇത് എന്റെ ഫേവറേറ്റ് ബോട്ടിലാണ്. പിന്നെ ഇതിന്റെ അകത്തൊരു പ്രത്യേകത ഉണ്ട്, കാരണം ഇതിലെന്റെ പേര് എഴുതിയിട്ടുണ്ട്. ഈ വാട്ടർ ബോട്ടിൽ നമ്മൾ ലുലു മാളിൽ നല്ല കേട്ടോ വാങ്ങിച്ചത്. ഇത് ഓൺലൈൻ വഴി കസ്റ്റമൈസ് ചെയ്ത വാട്ടർ ബോട്ടിലാണ്. നല്ല ക്വാളിറ്റിയും നല്ല ക്യൂട്ടുമായിട്ടുള്ളൊരു വാട്ടർ ബോട്ടിലാണ്. റിത പറഞ്ഞതുപോലെ 2 പേർക്ക് മാത്രമേ ബോക്സിൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പോൾ ഒരാളുടെ നല്ല പിങ്ക് കളറിൽ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബോക്സാണ്. അതിൻ്റെ കൂടെ തന്നെ ഷാർപ്നറും എല്ലാം വരുന്നുണ്ട്. ഈ പ്രാവശ്യം ഹൃദയ്ക്ക് വാങ്ങിച്ചത് ഒരു പൗച്ചാണ്. അവൾക്ക് പൗച്ച് മതി എന്ന് പറഞ്ഞിരുന്നു. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പൗച്ചാണ്. അകത്തായാലും നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നെക്സ്റ്റ് ലഞ്ച് ബാഗ്സ് നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ എടുത്തിരിക്കുന്ന ഒരു സ്പേസിൻ്റെ മോഡൽ വരുന്ന ഒരു ലഞ്ച് ബാഗാണ്. അകത്ത് ഇൻസുലേറ്റഡ് കോട്ടിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ചെറിയൊരു ക്യൂട്ടായിട്ടുള്ളൊരു ലഞ്ച് ബാഗാണ്. ഇനി അതേ മോഡലിൽ തന്നെ വരുന്ന വേറെ പാറ്റേൺ വേറെ പ്രിൻ്റ് വരുന്നൊരു ലഞ്ച് ബാഗാണ്. റാബിറ്റ് പ്രിൻ്റാണ് വരുന്നത്. സെയിം തന്നെയാണ് കേട്ടോ, അതേ സൈസും എല്ലാം സെയിം ആണ്. പ്രിൻറ്റിലും കളറിലും മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അതുപോലെ തന്നെ അടുത്തത് ഒരു യൂണിക്കോൺ പ്രിൻ്റ് വരുന്ന ഒരു ലഞ്ച് ബാഗാണ്. ഇനി ലാസ്റ്റത്തെ ലഞ്ച് ബാഗ് എന്ന് പറയുന്നത് മറ്റ് 3ൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലഞ്ച് ബാഗാണ്. ക്വാളിറ്റിയിലും വ്യത്യാസമുണ്ട്. ഇത് കുറച്ചുകൂടി വലുതാണ്. നല്ല ക്വാളിറ്റി, മറ്റതിനെ അപേക്ഷിച്ച് ഇതിന് കുറച്ചുകൂടി ക്വാളിറ്റി തോന്നുന്നുണ്ട്. ഇനി അടുത്തതായി വാങ്ങിച്ചിരിക്കുന്നത് സ്വിമ്മിംഗ് ഡ്രസ്സാണ്. ഇവരുടെ സ്കൂളിൽ സ്വിമ്മിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 പേർക്കും സ്വിമ്മിംഗ് ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട്. നല്ലൊരു മെർമെയ്ഡ് തീം വരുന്ന സ്വിമ്മിംഗ് ഡ്രസ്സാണ്. ഇനി നമുക്ക് അടുത്ത സ്വിമ്മിംഗ് ഡ്രസ്സ് നോക്കാം. ഇതെന്ന് പറയുന്നത് ടെഡി ബിയർ തീമിൽ വരുന്ന ഒരു സ്വിമ്മിംഗ് ഡ്രസ്സാണ്.
നെക്സ്റ്റ് വാങ്ങിച്ചിരിക്കുന്ന സ്വിമ്മിങ് ഡ്രസ്സ് സിമ്പിളായിട്ട് വലിയ പാറ്റേൺസ് ഒന്നും വരാത്ത സിമ്പിളായിട്ടുള്ളൊരു സ്വിമ്മിങ് ഡ്രസ്സാണ്. ഇനി ലാസ്റ്റത്തെ സ്വിമ്മിങ് ഡ്രസ്സ് എന്ന് പറയുന്നത് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന ഒരു സ്വിമ്മിങ് ഡ്രസ്സാണ്. ഇനി നെക്സ്റ്റ് ആയിട്ട് വാങ്ങിച്ചിരിക്കുന്നത് സ്വിമ്മിങ് ബാഗാണ്. ഇവർക്ക് സ്വിമ്മിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും വെച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് നല്ല സൗകര്യമുള്ള ഒരു വാട്ടർ പ്രൂഫ് ബാഗാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. മെർമെയ്ഡ് തീമിലും കിറ്റി തീമിലും പോ പെട്രോൾ തീമിലും വരുന്ന ബാഗ്സാണ് വാങ്ങിച്ചിരിക്കുന്നത്. സ്റ്റേഷനറി ഐറ്റംസ് നോക്കാം. ആദ്യമായി ബുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പേപ്പർ റോളാണ് വാങ്ങിച്ചിരിക്കുന്നത്. 2 കളറിലാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു കളറിൽ വാങ്ങിക്കുന്നത്. പിന്നെ പെൻസിൽസാണ്, യൂണിക്കോൺ മോഡലിൽ വരുന്നൊരു പെൻസിൽസ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അപ്സരയുടെ തന്നെ ഡിസ്നി തീമിലെയും സ്പേസ് തീമിലെയും പിന്നെ റെയിൻബോ തീമിലും വരുന്ന പെൻസിൽസ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ടൈം വാങ്ങിച്ചത് സ്കെയിൽസാണ്. 2 സ്കെയിൽ വാങ്ങിച്ചിട്ട് ഫസ്റ്റ് ഈ ഒരു സ്കെയിലും പിന്നെ നല്ലൊരു ഗ്ലിറ്ററുള്ള ഒരു സ്കെയിൽ കണ്ടപ്പോൾ അതും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ ആ സ്കെയിൽ കാണാൻ. അതിൻ്റെ അകത്ത് ഒരു ലിക്വിഡ് ടൈപ്പിൽ ഗ്ലിറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നൊരു സ്കെയിലാണ്. പിന്നെ ഹൃദയ്ക്ക് ആവശ്യമായിട്ടുള്ള പെൻസിൽ കളർ, സ്കെച്ച് കളർ, ക്രയോൺസ് അങ്ങനത്തെ കുറച്ച് കളേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. മറ്റ് 3 പേർക്കും കളേഴ്സോ പെൻസിൽസോ ഒന്നും ആവശ്യമില്ല, കാരണം സ്കൂളിൽ നിന്ന് തന്നെ അത് കൊടുക്കുന്നതാണ്. പിന്നെ അവൾക്ക് വേണ്ടി ഗ്ലൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ സ്കൂളിലത്തേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, അതല്ലാതെ വീട്ടിൽ യൂസ് ചെയ്യാൻ അല്ലാതെ ഗ്ലൂ വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ച് പെൻസ് വാങ്ങിച്ചിട്ടുണ്ട്, കുറച്ച് നോട്ട്ബുക്സ് വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ വീട്ടിൽ ഹോംവർക്കെല്ലാം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നോട്ട്സ് ബുക്ക്, പിന്നെ ഒരു മാർക്കർ പെൻ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ സിമ്പിളായിട്ടുള്ളൊരു നെയിം സ്ലിപ്പാണ് കേട്ടോ, ഒരു ഗോൾഡൻ ബോർഡർ വരുന്ന ഒരു നെയിം സ്ലിപ്പാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇനി അറ്റ്ലാസ് നമുക്ക് ബാഗ് നോക്കാം. ഇത് പ്രീ കെ ജിയിലോട്ട് പോകുന്ന ഒരാളുടെ ബാഗാണ് കേട്ടോ. അവർക്ക് പ്രത്യേകിച്ച് ബുക്സ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ടുള്ളൊരു ക്യൂട്ടായിട്ടുള്ളൊരു ബാഗാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതുപോലെ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ലൈറ്റൊക്കെ കത്തുന്ന ഒരു നല്ല ഭംഗിയുള്ള ഒരു ഡൈനോ തീമിൽ വരുന്നൊരു ബാഗാണ്. ഇനി അടുത്ത ബാഗ് ഒരു സ്പൈഡർ തീമിൽ വരുന്നതാണ് കേട്ടോ. ഇതും പ്രീ കെ ജിയിലോട്ട് പോകുന്ന മോൻ്റെ ബാഗാണ്. അവന് സ്പൈഡർ തീമാണ് ഇഷ്ടം, അതുകൊണ്ട് തന്നെ അവന് ഇഷ്ടപ്പെട്ട ഒരു ബാഗ് തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ 2 റോസ് വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് എൽ കെ ജിയിലോട്ട് പോകുന്ന മോളുടെ ബാഗാണ് കേട്ടോ. അത്യാവശ്യം ബുക്സൊക്കെ അവർക്ക് ഉള്ളത് കൊണ്ട് തന്നെ ജീനിയുടെ ബാഗാണ് കേട്ടോ സെലക്ട് ചെയ്തിരിക്കുന്നത്. 3 റോയൊക്കെ വരുന്നുണ്ട്. അറിയില്ലോ, നല്ല ക്വാളിറ്റി ഉള്ളൊരു ബാഗാണ്, നല്ല കളറാണ്. അതോടൊപ്പം തന്നെ ഒരു കോയിൻ പൗച്ചസൊക്കെ അതിൽ വരുന്നുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ഹൃദയയുടെ ബാഗ് നോക്കാം. ഇത് നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് കണ്ട് എടുത്ത ബാഗാണ് കേട്ടോ. സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന ഒരു മോഡലല്ല, കുറച്ച് വെറൈറ്റി തോന്നി അങ്ങനെ സെലക്ട് ചെയ്ത ബാഗാണ്. പക്ഷേ കളർ ലൈറ്റ് കളറാണ്, അതുകൊണ്ട് പണി കിട്ടുമോ എന്നൊരു ഡൗട്ടുണ്ട്. നല്ലൊരു മെർമെയ്ഡ് തീമിൽ വരുന്ന നല്ലൊരു സിമ്പിൾ ബാഗാണ്. 2 റോയേ അതിൽ വരുന്നുള്ളൂ. ഫ്രണ്ടിൽ ഇതുപോലെ ഒരു റോയും പിന്നെ ഇതുപോലെ ഒരു റോയുമാണുള്ളത്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ബാഗാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള ബുക്സും ടെക്സ്റ്റ് ബുക്കും എല്ലാം ഇതിൽ തന്നെ കൊള്ളും. ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ ഷോപ്പിംഗ് ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. ഹൈ സി ബൈ.